ദിവസം ഉണ്ടെങ്കിൽ എനിക്കും ഐവിക്കും ദൂരെ എവിടെയെങ്കിലും പോയി നടക്കണം. വീടിൻ്റെ അടുത്തൊക്കെ നടന്ന് മടുത്തു. കാറിൽ വെറുതെ ഇരിക്കുന്ന സമയം ആനന്ദകരമാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫോട്ടോയും വീഡിയോയും സെൽഫി ഒക്കെ വണ്ടി നിർത്തിയപ്പോൾ അവൾക്ക് ഇറങ്ങണം. അതിന് ഞാൻ പിടിച്ചു വെച്ചിരിക്കുക. അതിന് നിന്ന് വിറക്കണ കണ്ടാ ഐവി, നിന്നെ കൊണ്ടുപോകാനല്ല ഞങ്ങൾ വന്നിരിക്കണേ. അപ്പൊ നിന്നെ കൊണ്ടുപോകാണ്ട് ഞങ്ങൾ പോവോ? ഇനി ഞാനൊരു വേർഡ് പറയുമ്പോൾ അവളുടെ വേറെ തന്നെ നിൽക്കണ അണ്ണ. ഐവി ട്രീറ്റ് വേണോ? ഇപ്പൊ വേറെ ജോലി ഒന്നുമില്ല കേട്ടാ. ട്രീറ്റ് വേണോ? ആ എന്നാ ഇരിക്കി. സിറ്റ് സിറ്റ് എന്നാ ട്രീറ്റ്. സിറ്റ് 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 ചെയ്യണം. സിറ്റ് സിറ്റ് ചെയ്യും. ഐവി ഗുഡ് ഗേളായിട്ട് സിറ്റ് ചെയ്യണം, എന്നാലേ ട്രീറ്റ്. സിറ്റ് 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 ആ സിറ്റ് സിറ്റ് ചെയ്യാൻ എത്ര ബുദ്ധിമുട്ട്. ആ സിറ്റ് ചെയ്തു. വേണ്ട ഇപ്പൊ വേറെ വലിയ ഒന്നുമില്ല കേട്ടാ. വളരെ തലയൊക്കെ പൊക്കി നോക്കിയിരിക്കുക. പിന്നെ ഇറങ്ങിപ്പോയി. അപ്പൊ അത് നോക്കുന്നതാന്ന് തോന്നുന്നുണ്ട്. ഗാർഡാണ് ഞങ്ങളുടെ ഗാർഡ് ഡോഗ്, അല്ലാണ്ട് അവൾക്ക് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ടല്ല. ഐവി ഇവിടെ ഇരുന്നോ, ഞങ്ങൾ പോയി നോക്കിയിട്ട് വരാം. ഓക്കെ ഓക്കെ. ഞങ്ങൾ മിക്കവാറും ഐവിനെയും കൊണ്ട് നടക്കാൻ വരുന്നത് ഇതേപോലെ ആളൊഴിഞ്ഞ സ്ഥലങ്ങളിലായിരിക്കും കേട്ടോ. ആളൊഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോഗ് വാക്കേഴ്സ് ആയിരിക്കും കൂടുതൽ ഈ സ്ഥലങ്ങളിൽ വരിക. അതുപോലെ തന്നെ സ്ഥിരമായിട്ട് എക്സസൈസ് ചെയ്യണവർ, നടക്കാൻ പോണവർ, അങ്ങനെയുള്ളവരൊക്കെ ഇവിടെ വരുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐവിനെ നമുക്ക് അൺലീഷ് ചെയ്ത് വിടാം. അപ്പോൾ അവൾക്ക് സ്വാതന്ത്ര്യമായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയി നടന്ന് അവൾക്കും എൻജോയ് ചെയ്യാം. ഈ വണ്ടികളൊക്കെ ഉള്ള സ്ഥലത്ത് കൊണ്ടുപോയി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് പേടിയാണ്. ആ സൗണ്ടുകളൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു പേടിയാണ്. അതുകൊണ്ട് ഞങ്ങൾ 2-3 പ്രാവശ്യം അവിടെയൊക്കെ കൊണ്ടുപോയി ട്രൈ ചെയ്തു, പക്ഷെ നടക്കാറില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ സ്ഥലങ്ങളാണ് നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യുക. ഒരാളവിടെ ആദ്യം പോയി നിൽക്കുന്നുണ്ട്. ഐവി ഐവി ആ ഇത് പുതിയ വഴിയല്ലേ? അപ്പൊ നീ ആദ്യം പോയി എങ്ങനെയാ? നിനക്ക് വഴി അറിയോ? എല്ലാ വഴി അറിയുന്ന പോലെ ഒരാൾ പോകുന്നുണ്ട്. നമ്മുടെ വീടിന്റെ അടുത്തുള്ള കനാൽ പാത്ത് പോലെയുള്ള വഴി, അതുകൊണ്ട് കേട്ടോ അവള് അറിയുന്ന പോലെ വന്ന്. ഇത് പക്ഷെ വലിയ കനാലാണ്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് സ്ഥിരമായി നടക്കാൻ പോകുന്ന റൂട്ടിലും ഇതേപോലെ ഒരു കനാലാട്ടോ. അതുകൊണ്ടായിരിക്കും ഐവി ഇത്ര ധൈര്യത്തിൽ ഓടിപ്പോയി, എനിക്ക് പരിചയമുള്ള സ്ഥലമാണെന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷെ ഞങ്ങളുടെ കനാലിന് ഇത്രയും വലിപ്പമില്ല. ഇതിൽ കൂടെ ബോട്ടൊക്കെ പോകും. ഒത്തിരി ആൾക്കാർ ഇവിടെ ഓടുന്നൊക്കെ ഉണ്ട് കേട്ടോ, രാവിലത്തെ മോർണിംഗ് ജോഗിങ്. നല്ലൊരു വാക്കിംഗ് പാത്താട്ടോ. ആ നല്ലതാ അല്ലേ ഐവി? നമുക്ക് ഇതിൽ കൂടെ വാക്ക് ചെയ്യാം. ഡൗൺ. എൻ്റെ സൗണ്ട് മാറിയത് നിങ്ങൾ ശ്രദ്ധിച്ചോ? കാരണം എന്താ അറിയോ, അവൾ ഇടയ്ക്ക് വന്ന് എൻ്റെ മേത്തേക്ക് ചാടും. ഇതാണെങ്കിൽ ഒത്തിരി ചെളിയും ഒക്കെ ഉള്ള സ്ഥലത്താണ് നമ്മൾ നടക്കാൻ വരുന്നത്. എന്നിട്ട് അവൾ ആ കാല് കൊണ്ട് എൻ്റെ മേത്തേക്ക് ചാടും. ഈ വെള്ളം കുടിക്കാനുള്ള സ്ഥലം അന്വേഷിച്ചാണ് നടക്കണേ കേട്ടോ. അവളുടെ ഹൈറ്റിനോട്ടുള്ള വെള്ളം കിട്ടാൻ സ്ഥലവും കിട്ടുന്നില്ല. ആ ഇവിടെ കണ്ടുപിടിച്ചു. ആ കുടിച്ചോ ഐവി, കുടിച്ചോ, വെള്ളം കുടിച്ചോ? എനക്കതൊക്കെ പറയാന്ന്. എൻ്റെ ജീവനിൽ എനിക്ക് പേടിയുണ്ടെന്ന്. എൻ്റെ ഐവി വീഴൊന്നും ഇല്ല. കുടിച്ചോ ഐവി? കുടിക്കില്ല. ഇത്ര അധികം വെള്ളം ഉണ്ടായിട്ട് അവൾക്ക് കുടിക്കാൻ പറ്റുന്നില്ല. ഐവി ഇവിടെ സൈക്കിൾ വരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ആ ലേഡി എനിക്കൊരു താങ്ക് യു പറഞ്ഞിട്ടാണ് പോയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വരുന്നത് കണ്ടപ്പോൾ ഞാൻ ഐവിനെ പിടിച്ചു നിർത്തി. നിനക്ക് ഇഷ്ടമുള്ള വഴി പോകാൻ പറ്റുമോ? ആ എനിക്ക് ഇഷ്ടമുള്ള വഴി പോയാൽ മതി. അവൾക്ക് ഇഷ്ടമുള്ള വഴി കൂടെ അവൾ പോകത്തുള്ളൂ. അന്ന് ഒറ്റയ്ക്കോട്ട് പോകാനുള്ള ധൈര്യമില്ല. ഈ വഴി വെയിലാന്ന്, അത് കാരണം അപ്പുറത്തെ വഴിക്ക് പോകാന്നാണ് അവൾ വിചാരിക്കുന്നത്. അപ്പോൾ ഇവിടെ 2-3 ബോട്ടൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. വിൻ്റർ ആയതുകൊണ്ടാ. സമ്മർ ആണെങ്കിൽ ഇതിൽ കൂടെയൊക്കെ ബോട്ട് പോകും. ആരാ ഐവി? ആരാ? എൻ്റെ ഐവി ഇതാ കനാലിൻ്റെ അപ്പുറത്ത് നിന്നാ കുരയ്ക്കണം. അതിന് നീ ഇത്രയും ദൂരം മാറി എന്നിട്ട് എന്താ കാര്യം? അപ്പുറത്ത് ദൂരെ എവിടെ? അത് ചാടി വരത്തൊന്നുമില്ല. തിരിച്ചു പോവാന്ന്. നമ്മൾ ഇതിലേ വരുന്നേ. വാ കളിക്കാൻ വിളിക്കുന്നു. ആഹാ വേറൊരാളപ്പുറത്ത് ഇപ്പുണ്ട്. കണ്ടാ?
ആ ബോട്ടിലെ 2 ഗാർഡ് ഡോഗ്സ് ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നുണ്ട്. ഒരെണ്ണം അവിടെ കാറി പൊളിക്കുന്നുണ്ട്. മറ്റേത് ഭയങ്കര കാമായിട്ട് വാലൊക്കെ ആട്ടി ഐവിനെ വിളിക്കുന്നുണ്ട്. 2 രീതിയിലായാലും ഐവിക്ക് പേടിയാണ്. ഇത് കണ്ട, ഇതിവിടെ ഒരു ഇതിനെ ലോക്ക് എന്നാട്ടോ ഇവിടെ പറയാ. ആ ബോർഡ്സ് ഒക്കെ അവിടെ പാർക്ക് ചെയ്തിട്ട് പോണെങ്കിൽ അവർ ഈ ലോക്ക് ഓപ്പൺ ചെയ്യണം. ഇതാണ് അതിന്റെ പേര്, ഹലാം പെറ്റ്. ഇവിടെ കനാലുള്ള മിക്ക സ്ഥലത്തും തന്നെ ഇതേപോലത്തെ ലോക്ക് സിസ്റ്റം ഞങ്ങൾ കണ്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇത് പണ്ട് ബോട്ടുകളിലൂടെ കച്ചവടമൊക്കെ നടത്തിയിരുന്ന കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു ടെക്നിക്കാണ്. പക്ഷെ അവരിപ്പോഴും ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കുന്നുണ്ട്. ഐവി ആണെങ്കിൽ വലിയ ധൈര്യവതിയായിട്ട് അതിൻ്റെ അടുത്തൊക്കെ പോയി എത്തി നോക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴേക്കും വെള്ളം ചാടുന്ന സൗണ്ട് കേൾക്കുമ്പോൾ അവൾ ഓടി തിരിച്ചു പോരും. ഐവി ബാക്കി ഡോഗ്സ് പോലെയല്ല കേട്ടോ, ഒരിക്കൽ പോലും വെള്ളത്തിൽ ഇതുവരെ ഒറ്റയ്ക്ക് ഇറങ്ങിയിട്ടില്ല. നമ്മൾ ഉണ്ടിയിട്ടാലും അവൾ ഇറങ്ങില്ല. ഈ ലോക്കിന്റെ ടെക്നിക്ക് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. എനിക്ക് എത്രത്തോളം അത് പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഈ കാണുന്ന ലോക്കിന്റെ റൈറ്റ് സൈഡിലാണ് കേട്ടോ ബോട്ടുകളൊക്കെ പാർക്ക് ചെയ്ത് ആൾക്കാരെ കയറ്റുക. അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിലേക്കാണ് ആ ബോട്ടുകൾക്ക് വരേണ്ടത്. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോക്ക് പതുക്കെ അവർ തുറക്കും. പതുക്കെ തുറക്കുമ്പോൾ വെള്ളം പതുക്കെ പതുക്കെ താന്ന് ലെഫ്റ്റ് സൈഡിലെ ലെവലായിട്ട് റൈറ്റ് സൈഡിലെ ലെവലും മാച്ച് ചെയ്യും. അപ്പോൾ ബോട്ടുകൾക്ക് ഈസി ആയിട്ട് അതിൽ കൂടെ കടന്നു പോവാം. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് വല്ലതും മനസ്സിലായ? എനിക്ക് പറഞ്ഞു തന്നപ്പോൾ അതൊന്നും മനസ്സിലായില്ല. അല്ലെങ്കിൽ ഇതൊക്കെ അറിഞ്ഞിട്ട് എന്തിനാ? ഭൂമിയുടെ സ്പന്ദനം ഇതിലൊന്നും അല്ലല്ലോ. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ എനിക്കിത് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിപ്പിച്ചിട്ട് ഇവിടുന്ന് പോകുന്നുള്ള പോലെ കാര്യമായിട്ട് പറഞ്ഞു തന്നു. ഇതൊന്നും അറിയാണ്ട് ബാക്കിൽ ഒരാൾ ഓടിക്കളിച്ച് നടക്കുന്നുണ്ട്. നമ്മുടെ ഐവി, അവൾക്ക് ഇതിലൊന്നും ഒരു ഇൻട്രസ്റ്റ് ഇല്ല. അല്ലെങ്കിലും പഠിക്കണ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഇൻട്രസ്റ്റ് ഇല്ലല്ലോ. പിന്നെ എനിക്കും ഐവിക്കും ആകെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യം ഈ വീഡിയോ എടുക്കലും ഈ ഫോട്ടോ എടുക്കലും. അതിൽ ഐവിക്ക് എത്രത്തോളം ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് എനിക്കറിയില്ല. എന്നാലും അവളെ പിടിച്ചു നിർത്തി ഞാൻ നിർബന്ധമായിട്ടും വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കും. ഐവിന് ട്രീറ്റ് ഒക്കെ കൊടുത്ത് കൈക്കൂലി കൊടുത്ത് കൊണ്ടുപോകാം. എന്തിനാന്നല്ലേ അവിടെ ഒരു ബ്രിഡ്ജ് കണ്ട, ആ ബ്രിഡ്ജിന്റെ ഉള്ളിൽ നമ്മളിത് കയറാൻ പോകണം. നല്ലൊരു ബ്രിഡ്ജാണ്. നടക്കാനറിയില്ല. ആക്ടിങ് കണ്ട, സൂപ്പർ ആക്ടറാണ് അവള്. അയ്യോ, അല്ലെങ്കിൽ വീട്ടില് ഗോണിയൊക്കെ ചവിട്ടി കയറുന്ന ടീമാട്ടാ. ഇത് നടക്കാനറിയില്ല അവൾക്ക്. ഇങ്ങനെ ഒരു ബ്രിഡ്ജ് കണ്ടിട്ടേ ഇല്ല കേട്ടോ. ഇവിടെ റെയിൽവേ ക്രോസിംഗ് ആണ്, അതിന്റെ മോളിൽ കൂടെയാണ് ഈ ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജിന്റെ മുകളിൽ കയറിയപ്പോൾ എനിക്ക് എന്തെന്നല്ലാത്ത സന്തോഷം. പക്ഷെ ഐവിക്ക് ആ സന്തോഷം ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല കേട്ടോ. അവൾ പേടിച്ചിട്ടാണ് ആ ബ്രിഡ്ജിന്റെ മുകളിൽ കൂടെ നടക്കുന്നത്. ഞാൻ ഇതിന്റെ മുകളിൽ കൂടെ നടന്നാൽ ഇതെങ്ങാനും താഴെ വീഴോന്നൊക്കെയാന്ന് തോന്നുന്നുണ്ട് ഐവി ആലോചിക്കുന്നത്. ഇതൊന്നും അറിയാണ്ട് ഞാൻ മുന്നിൽ പോകുന്നുണ്ട്. ഞാൻ എവിടെ നിന്ന് ഫോട്ടോ എടുക്കാം, എങ്ങനെ ഐവിയുടെ ബെസ്റ്റ് ഫോട്ടോ കിട്ടുമെന്നൊക്കെ വിചാരിക്കുമ്പോൾ ഇതൊന്നും അറിയാതെ ബാക്കിൽ ഐവി എന്ന് പറഞ്ഞ ആൾ പേടിച്ച് അവിടെ ഇരിക്കുക. പിന്നെ ഞാൻ കുറേ ട്രീറ്റൊക്കെ കൊടുത്ത് അവളെ വിളിപ്പിച്ച് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടത്തിയതിന് ശേഷമാണ് ഒരു ചെറിയ ധൈര്യം അവൾക്ക് വന്നത്. എന്നാലും വലിയ ധൈര്യമൊന്നും ഇല്ല കേട്ടോ. റെയിൽവേ ലൈൻസ് കാണാം. ട്രെയിൻ പോകുമ്പോൾ നല്ല രസമായിരിക്കും അല്ലേ? ഐവിക്ക് ആകെ പ്രശ്നമായിട്ടാണ് ഐവി ഇരിക്കുന്നത്. ഐവിക്ക് ഇതൊന്നും മനസ്സിലാവണില്ല. ഇങ്ങനെ വളരെ പതുക്കെ 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 ഇങ്ങനെ ട്രെയിനും കൂടി വന്നാൽ പൊളിക്കും. ഐവി പേടിക്കും. എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ വേണ്ടത്. ഇതിന്റെ മുകളിൽ കയറിയപ്പോൾ ഹസ്ബൻഡിന് ഒരു ആഗ്രഹം, ഈ ബ്രിഡ്ജിൽ നമ്മൾ മുകളിൽ നിൽക്കുമ്പോൾ താഴേക്കൂടെ ഒരു ട്രെയിൻ പോണ ഒരു വീഡിയോ പിടിച്ചിട്ടേ ഇവിടെ നിന്ന് ഇറങ്ങുമെന്ന്. പെട്ടുപോയില്ലേ, ഇതിന്റെ അടിയിൽ കൂടെ ട്രെയിൻ പോണ സമയമോ ഒന്നും നമുക്കറിയില്ല. എന്നാലും കുഴപ്പമില്ല, കുറേ നേരം ഇവിടെ വെയിറ്റ് ചെയ്യാം. ഇവിടെ അധികം ആൾക്കാരൊന്നും പോവാത്ത സ്ഥലമാണ്. അപ്പം എത്ര നേരം നിന്നാലും നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. പിന്നെ ഐവിയും ഒന്ന് യൂസ് ടു ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഐവിനെ കൊണ്ട് കുറേ നേരം നിന്നു. 10 മിനിറ്റ് കഴിഞ്ഞു, 15 മിനിറ്റ് കഴിഞ്ഞു, അരമണിക്കൂർ കഴിഞ്ഞു. അവസാനം 45 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഒരു ട്രെയിൻ വന്നത്. അപ്പോൾ അതുവരെ സമയം കളയണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ വക പട്ടി ഷോ, എൻ്റെയും ഐവിയുടെയും ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും. പിന്നെ എങ്ങാനും ആ ട്രെയിൻ വന്ന് അങ്ങനെ ഒരു വീഡിയോ നമുക്ക് കിട്ടിയാൽ ആ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുമ്പോൾ അതിനേത് പാട്ടിടുന്നു ഞാൻ തല പുകച്ച് ആലോചിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ട്രെയിൻ ഉണ്ടെങ്കിൽ നമുക്കൊരു ദേശീയഗാനമല്ലേ ഉള്ളൂ. അതേതാ? നമ്മുടെ DDLJയിലെ പാട്ട്. അങ്ങനെ അതും മനസ്സിൽ വിചാരിച്ച് ട്രെയിനായിട്ടുള്ള കാത്തിരിപ്പ്. അവസാനം അവൻ വന്നു.
ഫൈനലി 45 മിനിറ്റ്സ് നമ്മൾ വെയിറ്റ് ചെയ്തു ഈ ട്രെയിൻ പോണത് കാണാൻ. വീട്ടിൽ പോവാന്നതേ ഒരാള് റെഡി ആയിട്ട് നിൽക്കുക. ഐവിയുടെ സ്പീഡിലുള്ള ഇറങ്ങിപ്പോക്ക് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അവൾക്കത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ലാന്ന്. 45 മിനിറ്റ് എൻ്റെ ജീവൻ പണയം വെച്ച് ഞാൻ അതിൻ്റെ മുകളിൽ കയറി നിന്നതിന് നീ ഉത്തരം പറയണം എന്നുള്ള പോലെയാട്ടോ അവൾ എന്നെ നോക്കിയിരുന്നത്. പിന്നെ ഞങ്ങൾ അധികം അവിടെ നിന്നില്ല, ഇറങ്ങിപ്പോന്നു. അപ്പോൾ ഞങ്ങൾ പോയ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എർവാഷ് വാലി ട്രെയിൽ. ഞങ്ങൾ തിരിച്ച് നടപ്പായി. നമ്മുടെ ആൾ അവിടെ തന്നെ ഇരിപ്പുണ്ട്. അത് കണ്ടിട്ടില്ല. അത് അവിടെ ഡോഗ് ഇരിക്കുന്നുണ്ടോ? അത് കണ്ടിട്ടേ ഇല്ല കേട്ടോ. കാരണം കുറയ്ക്കുമ്പോൾ മാത്രമേ ഞങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ബോട്ടിന് കാവലിരിക്കാന്ന് തോന്നണേ. 45 മിനിറ്റ് വെയിറ്റ് ചെയ്തതിൻ്റെയും ആ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് ക്ഷീണവും മാറ്റാൻ ഐവിക്ക് എന്തായാലും വെള്ളം വേണം. ഇത്ര അധികം വെള്ളം ഉണ്ടായിട്ട് എനിക്ക് ഇച്ചിരി വെള്ളം കിട്ടണില്ല എന്നുള്ള പോലെയാണ് ഐവി നടക്കുന്നത്. അവസാനം അവൾ കണ്ടുപിടിച്ചു ഒരു സ്ഥലം അവൾക്ക് ഇച്ചിരി ഇറങ്ങാവുന്ന രീതിയിലുള്ളത് കൊണ്ട് അവൾ കഷ്ടപ്പെട്ട് നിന്ന് വെള്ളം കുടിക്കണ. അയ്യോ പാവണ്ടടാ, നോക്കിയൻ ഒരു നിനക്ക് പാവല്ലേന്ന്, എന്നെ കഷ്ടപ്പെടുത്തിയതും പോരാന്നുള്ള പോലെയായിട്ട് അവളുടെ ആ നോട്ടം കണ്ട. ഐവി കുടിച്ചോ വെള്ളം? കുറച്ചുകൂടി കുടിച്ചോ? ഇനി അങ്ങോട്ടേക്ക് പോയാൽ കിട്ടില്ല. വേണമെങ്കിൽ കുടിച്ചോ.